നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 30-നും 2026 ജൂൺ 2-നും ഇടയിൽ 5 ഗ്രഹങ്ങൾ രാശി മാറും. ഈ കൂട്ട രാശിമാറ്റങ്ങൾക്കിടയിൽ നേട്ടങ്ങൾ കൊയ്യുന്ന രാശിക്കാർ ഒന്നും രണ്ടും അല്ല 6 രാശിക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രധാനമായിട്ടും ആദ്യം ഏപ്രിൽ 30-ന് ബുധൻ മേടം രാശിയിൽ വരുന്നു. ഓക്കെ, പിന്നെ ശുക്രൻ മെയ് 14-ന് മിഥുനത്തിൽ വരുന്നു. ചൊവ്വ മെയ് 11-ന് സ്വക്ഷേത്രമായ മേടത്തിൽ വരുന്നു. വ്യാഴം ജൂൺ 2-ന് കർക്കിടക രാശിയിൽ ഉച്ചരാശിയിൽ വരുന്നു ഹംസയോഗത്തോടുകൂടി. സൂര്യൻ മെയ് 15-ന് ഇടവൻ രാശിയിലും വരുന്നു. അപ്പോൾ ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ്. അതായത് 6 രാശിക്കാർക്കാണ് നേട്ടങ്ങൾ വരുന്നത്. ഇത്രയും രാശിക്കാർക്ക് നേട്ടങ്ങൾ പൊതുവെ ഒരു രാശിമാറ്റം ഒരു രാശിമാറ്റമല്ലല്ലോ, 5 രാശിമാറ്റമാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഏകദേശം 6 രാശിക്കാർക്ക് നേട്ടങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ദക്ഷിണ എന്നുള്ള രീതിയിലെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് നിങ്ങൾ വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പരിഹരിക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ, ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മിഥുനം രാശി തന്നെയാണ്. മിഥുനം രാശിയാണ് ടോപ്പിൽ വരുന്നത്. ഓക്കെ, മിഥുനം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. ഇവർക്ക് സൂര്യൻ മെയ് 15-ന് പ്രതികൂലമായിട്ട് മാറുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമാണ്. ശുക്രൻ, വ്യാഴം, ശിഖി, സർപ്പം, ചൊവ്വ, ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ്. അതുകൂടാതെ ബുധനും ആദ്യ ഭാഗത്ത് അനുകൂലമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവർക്ക് നിരവധി നേട്ടം, ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടുന്നത് മേടൻ രാശി മിഥുനം രാശിക്കാണ്. അപ്പോൾ ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 2-ന് വ്യാഴം 2-ാം ഭാവത്തിലേക്ക് ധനസ്ഥാനത്തേക്ക് മാറുന്നു. പിന്നെ ചൊവ്വ കർമ്മഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. കൂടാതെ ശിഖിയും സർപ്പവും നേരത്തെ തന്നെ അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ഇവർക്ക് അഭൂതപൂർവമായ ധനവരവ്, അതാണ് ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും. പിന്നെ തീർച്ചയായിട്ടും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. കേൾക്കുക, അതായത് മീനം രാശിക്ക് കുറേ കാലമായിട്ട്, ഒരു 1.5 വർഷമായിട്ട് പൊതുവെ മീനം രാശിക്ക് അത്യാവശ്യം മോശമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ അത് ഇവിടെ മാറുകയാണ്. സൂര്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം, ശിഖി ഇവയെല്ലാം അനുകൂലമായിട്ട് വരുന്നു. അതിൽ തന്നെ ഇവർക്ക് 5-ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. 5-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ ഭൗതിക സുഖങ്ങൾക്ക് പുറമേ അഭൂതപൂർവമായ അതിഭീമമായ ധനവരവിനെ കൂടാതെ ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വസ്ത്രലാഭം, ആഭരണ ലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, അതുപോലെ ഗൃഹലാഭം, അതുപോലെ വാഹന ലാഭം. ഇത് കൂടാതെ ഇവർക്ക് സൂര്യനും അനുകൂലമായിട്ട് വരുന്നു. തൊഴിൽ ലാഭം,
അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, പിതൃസ്വത്ത് ലഭിക്കുക, പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച. അപ്പോൾ ചുരുക്കത്തിൽ മീനം രാശിയുടെ തലവര മാറുകയാണ്, നേട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് അവർ മാറുകയാണ്. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുമ്പോൾ മകരം രാശിയാണ്. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. ഇവർക്ക് വ്യാഴം ജൂൺ 2 വരെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് 6ാം ഭാവത്തിൽ. അത് 7ാം ഭാവത്തിലേക്ക് വരുന്നു. ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും, പ്രേമവിവാഹങ്ങൾ നടക്കും, വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം. അതുപോലെ വ്യാഴത്തിൻ്റെ മറ്റ് നേട്ടങ്ങൾ അതിഭീമമായ ധനവരവ്, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, ഗൃഹലാഭം, വാഹനലാഭം, ഇതെല്ലാം തന്നെ ഇവർക്ക് കരഗതമാവും. കൂടാതെ ശനിയും ഇവർക്ക് നേരത്തെ തന്നെ അനുകൂലമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ശനിയും വ്യാഴവും ഒക്കെ ഒരുമിച്ച് അനുകൂലമായിട്ട് വരികയാണ്. ഓക്കെ. അതുകൂടാതെ സൂര്യൻ ഇവർക്ക് 5ാം ഭാവത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലം അല്ലെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് നേട്ടങ്ങൾ, തൊഴിൽ ലാഭം, പിതൃഗുണം ഒക്കെ, സന്താന നേട്ടം, ഇവർക്ക് ഇതൊക്കെ ലഭിക്കും. പിന്നെ കൂടാതെ ബുധൻ അനുകൂലമായിട്ട് വരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ മകരം രാശിക്കും നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തുറന്നു കിട്ടുകയാണ്. ഇനി ഞങ്ങൾ പറയുന്നത് വൃശ്ചികം രാശിയാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് 9ാം ഭാവത്തിലേക്ക് വരികയാണ്. അപ്പോൾ അത്യധികം ദൈവാധീനം, ഭാഗ്യം, കൂടാതെ ഭൗതിക സുഖങ്ങൾ, ഗൃഹലാഭം, വാഹനലാഭം, വസ്ത്രലാഭം, ആഭരണലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ഇതെല്ലാം ഇവർക്ക് വരുന്നു. അതുകൂടാതെ ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു, ശുക്രനും ബുധനും അനുകൂലമായിട്ട് വരുന്നു. അതുപോലെ തന്നെ സൂര്യൻ മെയ് 15 വരെ അനുകൂലം. അപ്പോൾ ചുരുക്കത്തിൽ ഭൂമിക്രയ വിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, അങ്ങനെ വൃശ്ചികം രാശിക്കും നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തുറന്നു കിട്ടുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന മറ്റൊരു രാശി കന്നി രാശിയാണ്. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഈ കാലയളവിൽ 5 ഗ്രഹങ്ങൾ മാറുമ്പോൾ ഇവർക്ക് നേരത്തെ തന്നെ സർപ്പവും ശിഖി അനുകൂലമാണ്. ബുധൻ ഏറ്റവും പ്രധാനമായിട്ടും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ് വ്യാഴം വന്നു ചേരുന്നത്. അപ്പോൾ അവർക്ക് ഭൗതിക സുഖങ്ങൾ, അതിഭീമമായ ധനവരവ്, ഗൃഹലാഭം, വാഹനലാഭം, ആഭരണലാഭം, വസ്ത്രലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, അങ്ങനെ ഭൗതിക സുഖങ്ങൾ വരുന്നു. അതോടൊപ്പം അതിഭീമമായ ധനവരവും വരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യതയുണ്ട് കന്നി. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. ചിത്തിര അവസാനം 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് വ്യാഴം ജൂൺ 2 ശേഷം ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മഭാവത്തിലേക്ക് 10ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും അവിടെയും ഇവർക്ക് നേട്ടങ്ങൾ വരിക തന്നെ ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുമ്പോൾ കിട്ടുന്ന അത്രയും നേട്ടങ്ങൾ കർമ്മഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ കിട്ടില്ല. പക്ഷേ ഇവിടെ ഉച്ചരാശിയിൽ കൂടിയാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ ഇവരുടെ കർമ്മഭാവത്തിൽ വ്യാഴം വരുമ്പോൾ എൻ്റെ ഒരു വിശകലനം ഇതാണ്: ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിന്നപ്പോൾ ഇവർക്ക് കിട്ടിയ ധനനേട്ടങ്ങളെല്ലാം തന്നെ പുതിയ രീതിയിൽ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക്
തൊഴിൽപരമായിട്ട് അവർക്ക് പുതിയ ബിസിനസ് തുടങ്ങിയോ, അതായത് ഇപ്പോൾ ഉള്ള ബിസിനസ്സിനെ കൂടാതെ രണ്ടാമത് മറ്റൊരു ബിസിനസ് തുടങ്ങിയോ ഇപ്പോഴുള്ള ബിസിനസ് തൊഴിൽ രംഗം വിപുലപ്പെടുത്തുകയോ ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇവർക്ക് ഭൗതിക സുഖങ്ങളും മറ്റുമൊക്കെ കിട്ടും. ഇത് കൂടാതെ ഇവർക്ക് ശനി 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് തുടരുകയാണ്. അതുപോലെ തന്നെ ഡിസംബർ 5 വരെ സർപ്പവും ശിഖി അനുകൂലവുമാണ്. അപ്പോൾ ചുരുക്കത്തിൽ തുലാം രാശിക്കും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ ജൂൺ 2 വരെ കിട്ടുന്ന ഭാഗ്യങ്ങളിൽ നിന്ന് അല്പം ഒരു പടി താഴ്ന്ന് നിൽക്കുമെങ്കിലും അവർക്കും നേട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ 6 രാശിക്കാർക്ക് നേട്ടങ്ങളാണ് ഈ കൂട്ട ഗ്രഹമാറ്റങ്ങൾക്കിടയിൽ. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.